മലയാളികൾക്ക് ഇനി കേരളത്തിൻ്റെ സ്വന്തം ക്രിക്കറ്റ് പൂരത്തിൻ്റെ ആവേശമാണ്. കേരള ക്രിക്കറ്റ് ലീഗിന് സീസൺ 2 തുടക്കം കുറിക്കുകയാണ്. അപ്പം നമ്മുടെ കേരള ക്രിക്കറ്റ് ലീഗ് ചരിത്രത്തിലെ തന്നെ ആദ്യത്തെ മാൻ ഓഫ് ദ മാച്ച് ആലപ്പി റിപ്പിൾസിൻ്റെ ക്യാപ്റ്റൻ കൂടിയായിട്ടുള്ള നമ്മുടെ കേരളത്തിൻ്റെ പ്രിയപ്പെട്ട അസ്രുദ്ദീൻ ഒപ്പമുണ്ട്. അസ്രുദ്ദീനോട് തന്നെ ചോദിക്കാം. അസ്രുദ്ദീൻ, ഇപ്പോൾ 2ാം പതിപ്പിനാണ് അസ്രുദ്ദീൻ വരുന്നത്. അപ്പോൾ മറ്റാർക്കും തകർക്കാൻ പറ്റാത്തൊരു റെക്കോർഡ് അസ്രുദ്ദീൻ്റെ കൂടെ ഉണ്ട്. കാരണം കേരള ക്രിക്കറ്റ് ലീഗ് ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ മാൻ ഓഫ് ദ മാച്ച് അസ്രുദ്ദീനാണ്. കേരള ക്രിക്കറ്റ് ലീഗിലെ ആദ്യത്തെ മാൻ ഓഫ് ദ മാച്ച് അസ്രുദ്ദീനാണ്. അപ്പോൾ അതുപോലെ തന്നെ അസ്രുദ്ദീന് ആദ്യത്തെ വിന്നർ ടീമും ഫസ്റ്റ് ആദ്യത്തെ മത്സരത്തിലെ വിജയം കൂടിയാണ്. അപ്പം അടുത്ത ഈ പതിപ്പിനെ 2ാം പതിപ്പിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? തീർച്ചയായും കഴിഞ്ഞ വർഷം നമ്മൾ തുടങ്ങിയപ്പോൾ നല്ല ടൂർണമെൻ്റ് ആയിരുന്നു. ആദ്യത്തെ 2 മാച്ച് നമ്മൾ ജയിക്കുക തന്നെ ചെയ്ത്. പിന്നെ പോകെ നമുക്ക് നമ്മുടെ ഫേവറിൽ റിസൾട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഈ വർഷം നോക്കുമ്പോൾ കുറച്ചും കൂടെ കോമ്പിനേഷൻ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുണ്ട്. പിന്നെ ഈ നമ്മളിപ്പം പറഞ്ഞ പോലെ തന്നെ ജലജ് സക്സേന എന്ന് പറയുന്ന ഒരു എക്സ് ഫാക്ടർ നമ്മുടെ ടീമിൻ്റെ കൂടെയുണ്ട്. ടീം കുറച്ചും കൂടെ ബാലൻസ്ഡ് ആണ്. കഴിഞ്ഞ വർഷത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടാണ് ഇപ്രാവശ്യം ടീം ആക്കിയേക്കുന്നത്. തീർച്ചയായിട്ടും ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് തന്നെയാണ് ഈ ടൂർണമെൻറ്റിനെ കാണുന്നത്. അതെ, കഴിഞ്ഞ വർഷം തുടക്കം തകർത്തു, പക്ഷേ പിന്നീട് ഒരു പകുതിയായപ്പോഴത്തേക്ക് വീണുപോയി ആലപ്പി റിപ്പിൾസ്. അപ്പോൾ എങ്ങനെ ഇപ്രാവശ്യത്തത് എങ്ങനെയായിരിക്കും? ഈ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ വർഷത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടാണ് ഇപ്രാവശ്യം ഒരു ടീം കോമ്പിനേഷൻ സെറ്റ് ചെയ്തേക്കുന്നത്. പ്രത്യേകിച്ച് വിക്കറ്റ് നമുക്ക് ജനറലി കിട്ടുന്ന കുറച്ച് സ്ലോ വിക്കറ്റ്സാണ്. അപ്പോൾ നമ്മുടെ ടീമിലേക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കിയേക്കുന്നത് കുറച്ച് സ്ലോ ആയിട്ടുള്ള ബെസ്റ്റ് ആൾക്കാരെയാണ്. ഇപ്പം സ്പിന്നേഴ്സ് ആണെങ്കിൽ നമ്മളവിടെ നല്ല മെയിൻ സ്പിന്നേഴ്സാണുള്ളത്. വിഘ്നേഷ് പുത്തൂർ, ജലജ് ഭായ്, പിന്നെ ശ്രീഹരി എസ് നായർ. അപ്പോൾ എന്ന് പറയുന്ന പോലെ കേരളത്തിൻ്റെ മെയിൻ സ്പിന്നേഴ്സാണ് നമ്മുടെ ടീമിൻ്റെ കൂടെയുള്ളത്. പിന്നെ ഫാസ്റ്റ് ബോളേഴ്സ് ആണെങ്കിൽ നമ്മൾ എടുത്തേക്കുന്നത് ബേസിൽ എൻ പി ഒഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് വിക്കറ്റ് സ്ലോ ആയതുകൊണ്ട് കുറച്ച് സ്ലോവേഴ്സൊക്കെ എറിയുന്ന ആൾക്കാർ നോക്കി എടുത്തേക്കുന്നത്. അപ്പോൾ തീർച്ചയായും ബാറ്റിംഗ് ആവശ്യത്തിന് നമുക്ക് ഡെപ്ത് ഉണ്ട്. അപ്പം നമ്മൾ ബൗളിംഗ് തീർച്ചയായും കുറച്ച് സ്ലോ ബോളേഴ്സിനെയാണ് നോക്കിയേക്കുന്നത്. നമുക്ക് കോമ്പിനേഷൻ ആ രീതിയിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഈ വിഘ്നേഷ് പുത്തൂർ കൂടി ഉള്ളതുകൊണ്ട്, കാരണം IPL ഒരു ഹീറോ, മലയാളികളുടെ ഒരു ഹീറോ കൂടി ആയി മാറിയിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ചൈനാമാൻ ബൗളർ കൂടിയാണ്. അപ്പോൾ അതിന് കഴിഞ്ഞ സീസണേക്കാൾ കൂടുതൽ വിഘ്നേഷ് പുത്തൂരിനെ ഉപയോഗിക്കാനുള്ള ഒരു സാധ്യതകൾ നിങ്ങൾ നോക്കുന്നുണ്ടോ? തീർച്ചയായും അങ്ങനെ ഉപയോഗിക്കണം തന്നെയാണ്. കാരണം ഈ കഴിഞ്ഞ വർഷത്തെ വിഘ്നേഷ് പുത്തൂരല്ല ഈ വർഷം. ഒരുപാട് മാറ്റങ്ങളൊക്കെ ഉള്ള ആളാണ് ബൗളിങ്ങിലാണെങ്കിലും എന്തുകൊണ്ടും. അപ്പം തീർച്ചയായും അത് യൂസ് ചെയ്യുക, കൂടെയുള്ളവർക്ക് അതൊരു എക്സ്പോഷറായി എടുക്കുക എന്നുള്ള രീതിയിലാണ്. ഇപ്പം 2-3 ദിവസം നമ്മൾ പ്രാക്ടീസൊക്കെ ചെയ്യുന്ന സമയത്ത് ബോളിങ്ങിൽ ഭയങ്കര ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്തു. ബോളിൻ്റെ സ്പീഡാണെങ്കിലും ഓഫ് ദ വിക്കറ്റ് നിപ്പാണെങ്കിലും കഴിഞ്ഞ വർഷത്തേക്കാട്ടിൽ ഫാർ ബെറ്ററാണ്. അപ്പോൾ തീർച്ചയായും അത് എത്രത്തോളം യൂസ് ചെയ്യാൻ പറ്റും അത്രത്തോളം യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അതുമാത്രമല്ല, ഇപ്പം നിങ്ങൾ കഴിഞ്ഞ KCLലുള്ള അസ്രുദ്ദീൻ അല്ല ഇപ്പോഴുള്ള, അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു അസ്രുദ്ദീനാണ്. കാരണം കേരളത്തിൻ്റെ രഞ്ജി ട്രോഫി ക്രിക്കറ്റ് കൂടി കഴിഞ്ഞതോടുകൂടി തന്നെ ഒരു സൂപ്പർ ഹീറോ ആയി മാറിയിട്ടുണ്ടായിരുന്നതാണ്. പക്ഷേ അതിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ഒരു പ്ലെയറാണ് ജലജ് സക്സേന. അപ്പോൾ ജലജ് സക്സേനയുടെ ഓൾറൗണ്ടർ മികവ് കൂടി ഇപ്പോൾ നേരത്തെ അസ്രുദ്ദീൻ പറഞ്ഞു. പക്ഷേ ആ ഓൾറൗണ്ടർ മികവ് കഴിഞ്ഞ തവണത്തെ ഒന്നുകൂടി ബൂസ്റ്റ് ചെയ്യാനുള്ള, അതായത് ആലപ്പി റിപ്പിൾസിന് കൂടുതൽ മികവ് പകരാനുള്ള ഒരു വരവ് കൂടിയായിരിക്കും അല്ലേ ജലജ് സക്സേന കൊണ്ടുവരാനുള്ള ഒരു തന്ത്രം എന്ന് തന്നെ പറയാമല്ലോ? തീർച്ചയായും ജലജ് ഭായും വിഘ്നേഷുമാണ് നമ്മുടെ ബൗളിങ്ങിലെ തുറുപ്പ് ചീട്ടെന്ന് പറയുന്നത്. പിന്നെ രഞ്ജി ട്രോഫീൻ്റെ കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷം ഫൈനലിൽ കളിച്ച 4-5 പേര് നമ്മളെ കൂടെ ഉണ്ട്. അക്ഷയ് ചന്ദ്രൻ, ശ്രീഹരി എസ് നായർ, ജലജ് ഭായ്, ഞാൻ എന്ന് പറയുന്ന പോലെ നമുക്ക് 4-5 ആൾക്കാർ, ബേസിൽ എൻ പി, 5-6 പേര് നമ്മുടെ ടീമിൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ തീർച്ചയായും അത് ഈ ഒരു ടീമിൻ്റെ അകത്ത് കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനത് തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. അപ്പം ജലജ് ഭായും വിഘ്നേഷുമാണ് നമ്മുടെ സ്പിൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തുറുപ്പ് ചീട്ട് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അത് ബാക്കിയുള്ള ബോളേഴ്സിന് കോൺഫിഡൻസ് നൽകുക തന്നെ ചെയ്യും. രഞ്ജി ട്രോഫിയിലെ സൂപ്പർ ഹീറോകൾ സച്ചിൻ ബേബി ആണെങ്കിലും അസ്രുദ്ദീൻ ആണെങ്കിലും സൽമാൻ നസർ ആണെങ്കിലും രോഹൻ കുന്നുവലാണെങ്കിലും ഈ 4 പേരും 4 ടീമിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ എങ്ങനെയായിരിക്കും അവരുമായിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ വരാൻ പോകുന്നത്? അസ്രുദ്ദീൻ്റെ ഒരു നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ ടൂർണമെൻറ്റ് ഏറ്റവും ഹൈലി കോമ്പറ്റീറ്റീവ് ആയിട്ട് നടന്നാൽ നമുക്കിതിൽ സക്സസ്ഫുൾ. നമുക്കെന്ന് പറഞ്ഞാൽ പേഴ്സണലി സക്സസ്ഫുൾ, ഇത് ഓൾറെഡി സക്സീഡാണ്. കേരള ക്രിക്കറ്റ് അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം KCL സക്സീഡാണ്. ഇനിയിപ്പോൾ നമുക്ക് സക്സസ് എന്ന് വെച്ചാൽ അടുത്ത ലെവലിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇത് ഹൈലി കോമ്പറ്റീറ്റീവ് ആയിരിക്കണം. അപ്പം നമുക്കെല്ലാവർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം, നല്ല രീതിയിൽ അറിയാം. നമ്മൾ കോമ്പറ്റീറ്റീവായിട്ട് കളിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്, വീറും വാശിയുള്ള ആൾക്കാരാണ്. അപ്പോൾ ഗ്രൗണ്ടിനകത്ത് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പ് ഒന്നുമില്ല. എന്താണ് സിറ്റുവേഷൻ, അതാണ് ആ സിറ്റുവേഷൻ അനുസരിച്ച് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, അതായിരിക്കും നമ്മുടെ സിറ്റുവേഷൻ. ഇപ്പം എന്ന് പറയുന്നത് പോലെ നമ്മളധികം ഫ്രണ്ട്ഷിപ്പൊന്നും ഗ്രൗണ്ടിനകത്തേക്കില്ല. ഏറ്റവും കോമ്പറ്റീറ്റീവ് ആയിട്ട് കളിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ മലയാളികളുടെ സ്വന്തം അസ്രുദ്ദീൻ കേരള ക്രിക്കറ്റ് ലീഗ് സീസൺ 2ാം പതിപ്പിന് വേണ്ടിയിട്ടുള്ള വലിയൊരു തയ്യാറെടുപ്പിന് തന്നെയാണ്. അപ്പോൾ അസ്രുദ്ദീന് എല്ലാവിധ ആശംസകളും നേരാം. AP സജിഷ, കൈരളി ന്യൂസ്.